പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമാണ് ഭീമാ പള്ളി. പ്രധാനമായും 3 മഖാമുകളാണ് ഇവിടെയുള്ളത്. സയ്യിദത്തുന്നീസ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, കല്ലടി മസ്താൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കേരള തലസ്ഥാന നഗരിയിൽ നിന്നും 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പൂന്തുറ എന്ന സ്ഥലത്തിനടുത്താണ് ഭീമാ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ ഇവിടം അശരണരുടെയും അനാഥരുടെയും ആശാകേന്ദ്രം കൂടിയാണ്. ഹിജ്റ വർഷം 857 പ്രവാചക ഗോത്രമായ ഖുറൈശ് ഗോത്രത്തിൽ അറേബ്യയിലാണ് ഭീമാ ബീവി ജനനം കൊണ്ടത്. ഇസ്ലാമിക വിജ്ഞാന ശാഖയിൽ അറിവ് നേടിയ ബീവി മതചിട്ടയോടെയുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പിന്നീട് അബ്ദുൽ ഗഫാർ എന്നവർ ബീവിയെ വിവാഹം കഴിക്കുകയും അവരിൽ മാഹിൻ അബൂബക്കർ എന്ന മകൻ ജനിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിലായി ജീവിച്ച കുടുംബത്തിൽ പിറന്നത് കൊണ്ടുതന്നെ തീർത്തും ദീനീ മാർഗത്തിലാണ് മഹാനവറുകൾ വളർന്നത്. ഈ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ അബ്ദുൽ ഗഫാർ എന്നവർ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം ആതുര ശുശ്രൂഷകളും പ്രബോധനത്തിലുമായി ഭീമാ ബീവിയും മകനും കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെയാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ബീവിയും മകനും പ്രബോധനത്തിനും മറ്റും വേണ്ടി ഇന്ത്യയിലെ മാഹിയിൽ എത്തിച്ചേരുകയും പ്രബോധനവുമായി മുന്നോട്ടു പോവുകയും ജനങ്ങൾ അവരെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ പ്രബോധനവുമായി മുന്നോട്ടു പോകവെ അവർ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. 1478, 1528 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാൻ തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയം ഇസ്ലാമിക പ്രബോധനം കടന്നു ചെന്നിട്ടില്ലാത്ത ഇവിടെ ഇസ്ലാമിന്റെ പ്രകാശധാര പടർത്തുക എന്നതായിരുന്നു ബീവിയുടെയും മകന്റെയും ലക്ഷ്യം. മാറാവ്യാധികളും രോഗങ്ങളും ഭേദമാവുന്നതും ഇവരുടെ ജീവിത രീതികളും കണ്ട ജനങ്ങൾ ബീവിയിലേക്ക് ഒഴുകിയെത്തുകയും നാൾക്ക് നാൾ ഇസ്ലാം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ വളർച്ച മറ്റു പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇത് മറ്റു പലരെയും ചൊടിപ്പിക്കുകയും അവർ ഇത് രാജസന്നിധിയിൽ അവതരിപ്പിച്ച് നടപടി സ്വീകരിപ്പിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനവർ ഒരു വഴിയും കണ്ടെത്തി. വിദേശികൾ വന്നാൽ നികുതി നൽകണം. ഇവർ നികുതി നൽകുന്നില്ല എന്ന് രാജാവിനെ അറിയിക്കാൻ ചില ദുശക്തികൾ തീരുമാനമെടുത്തു. ഇക്കാലത്താണ് മകൻ മാഹിൻ അബൂബക്കർ ഹജ്ജിന് പോകുന്നത്. മകനില്ലാത്ത ഈയൊരു സമയത്താണ് രാജസന്നിധിയിൽ നിന്നും ചില ആളുകൾ വന്ന്, നിങ്ങൾ ദീർഘകാലമായി ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ ഇതുവരെയും നികുതി നൽകിയിട്ടില്ല, തുടർന്നും ഇവിടെ താമസിക്കണമെങ്കിൽ നികുതി നൽകണമെന്നും ഇല്ലെങ്കിൽ നാടുകടത്തലിന് വിധേയമാക്കപ്പെടുമെന്നും പറയുന്നത്. രാജസേവകരുടെ വാക്കിന് ഭീമാ ബീവി സൗമ്യമായി മറുപടി നൽകി. പ്രപഞ്ച സൃഷ്ടാവിന്റെ ഭൂമിയാണിത്. ആതുര സേവനവും മതപ്രബോധനവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നുമില്ല. മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഈ നികുതി നിങ്ങൾ പിൻവലിക്കണം, ബീവി അപേക്ഷിച്ചു. മറുപടിയിൽ തൃപ്തി വരാത്ത അവർ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ബീവി അവരോട് പറഞ്ഞു, തന്റെ മകൻ ഹജ്ജിന് പോയതാണ്, അവൻ തിരിച്ചു വരുന്നതുവരെ സമയം നീട്ടി നൽകണമെന്നും പറഞ്ഞു. എന്നാൽ മകന്റെ മടങ്ങിവരവ് നീളുകയും രാജസന്നിധിയിൽ നിന്നും ആളുകൾ നിരന്തരം ബീവിയെ സന്ദർശിച്ച് ഭീഷണിപ്പെടുത്തുകയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. മകൻ ഹജ്ജ് കർമ്മം ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് രാജസേവകർ മാതാവിനോട് അപമര്യാദയായി പെരുമാറിയതും നികുതി ചോദിച്ചതും മകൻ അറിയുന്നത്. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മാഹിൻ അബൂബക്കർ മടങ്ങിയെത്തി എന്ന വിവരമറിഞ്ഞ രാജസേവകർ വീണ്ടും നികുതി ആവശ്യപ്പെടുകയും കരം നൽകാൻ തയ്യാറായില്ലെങ്കിൽ നാടുവിടണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. മാതാവിന്റെ മറുപടിയിൽ തന്നെ ഉറച്ചു നിന്ന മാഹിൻ അബൂബക്കറിന്റെ മറുപടി ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലൊരാൾ മഹാന് നേരെ കൈകൾ ഉയർത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അക്രമിയെ പ്രതിരോധിച്ച് നിർത്തിയെങ്കിലും അക്രമി തൽക്ഷണം മരണപ്പെട്ടു. സംഭവം കണ്ട് അമ്പരന്ന് കൂടെയുള്ളവർ മടങ്ങിയെങ്കിലും കാര്യങ്ങൾ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. ഒരു വർഗീയ കലാപമുണ്ടാവാനുള്ള സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അംഗസംഖ്യ കുറവാണെങ്കിലും യുദ്ധത്തിനിറങ്ങാൻ മാഹിൻ അബൂബക്കർ തീരുമാനമെടുത്തു. എന്ത് വില കൊടുത്തും പ്രതിരോധിക്കണമെന്ന നിയ്യത്തോടെ ഉമ്മയുടെ സമ്മതത്തോടെ അടർക്കളത്തിലേക്ക് നീങ്ങി. അങ്ങനെ മാഹിൻ അബൂബക്കറും അനുയായികളും യുദ്ധക്കളത്തിലേക്ക് ചാടി വീണു. കഴിയും വിധം പ്രതിരോധം തീർത്തു. ശത്രുക്കളെ വിട്ടുവീഴ്ത്തി മുന്നേറിക്കൊണ്ടിരുന്നു. ഇതിനിടെ കുതന്ത്രം മെനഞ്ഞ ശത്രുക്കൾ ചതിയിലൂടെ മഹാനവറുകളെ വെട്ടിവീഴ്ത്തി. ആ യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദായി. മകന്റെ വേർപാടിന്റെ 40-ാം ദിവസം പ്രിയ മാതാവ് ഭീമാ ബീവിയും വഫാത്തായി. ഭീമാ പള്ളി ദർഗാ ഷെരീഫിന്റെ വടക്ക് ഭാഗത്തായി മരുന്ന്
മരുന്ന് കിണർ എന്നറിയപ്പെടുന്ന 2 കിണറുകളുണ്ട്. പല രോഗങ്ങൾക്കും ഇതിൽ ശമനമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്നും സിയാറത്തിനും രോഗശമനത്തിനും വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന ഒരിടം കൂടിയാണിത്. അള്ളാഹു ഇവരുടെയെല്ലാം ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ.